ഹലോ, നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയേറ്ററിൽ വന്ന് തകർത്തു തരിപ്പണമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ സിനിമയെക്കുറിച്ചിട്ടാണ്. അതെ, നമ്മുടെ വിഷ്ണു വിശാലും അതോടൊപ്പം തന്നെ ഐശ്വര്യലക്ഷ്മി ഒന്നിച്ചു വന്ന കാട്ട കുസ്തി 2. ആദ്യത്തെ പാർട്ട് കണ്ടവർക്ക് നന്നായിട്ട് അറിയാം, അതൊരു ഒന്നൊന്നര ഐറ്റം ആയിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കും അതോടൊപ്പം തന്നെ ഗുസ്തിയും ഒക്കെ ആയിരുന്നു നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച പടം. അപ്പോൾ സ്വാഭാവികമായും രണ്ടാം ഭാഗം വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ കാണുമല്ലോ. ആ ഒരു പ്രതീക്ഷ ഞാൻ ഈ കഴിഞ്ഞ രാത്രിയിൽ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില നല്ല കാര്യങ്ങളായിരുന്നാലും ചീത്തയായിരുന്നാലും വിശാലമായിട്ടൊന്ന് നമുക്ക് സംസാരിക്കാം. ശരിക്കും നമുക്ക് ആദ്യം ഇതിൻ്റെ കഥ എന്താണെന്ന് നോക്കിയാൽ, ഞാൻ സ്പോയിലറൊന്നും പറയുന്നില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടത് ആൺകോയിമ തലയ്ക്ക് പിടിച്ച വീര എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ്. പെണ്ണായാൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് വിചാരിച്ച് നടന്നിരുന്ന ഒരു ടൈപ്പ്. എന്നാൽ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കഥയോ മൊത്തത്തിൽ മാറി മറിഞ്ഞു. നമ്മുടെ വീര ഇപ്പോൾ ഒരു ഹൗസ് വൈഫാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭാര്യ കീർത്തിയെ രാജ്യത്തിന് വേണ്ടി ഗുസ്തി കളിപ്പിച്ച് മെഡൽ മേടിക്കാൻ വേണ്ടി നടക്കുമ്പോൾ നമ്മുടെ ഹീറോ വീട്ടിലിരുന്ന് തുണി നനച്ച് ചോറും ഉണ്ടാക്കി മകളെ സ്കൂളിലൊക്കെ വിടുന്ന അങ്ങനെ ഒരു അതുകൊണ്ടാണ് ഞാൻ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ കഥ മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിലേക്ക് ഒരു വില്ലൻ എൻട്രി എടുക്കുന്നത്. കീർത്തിയുടെ പുതിയ ഗുസ്തി കോച്ച്. പുള്ളിക്കാരന് ഇവരുടെ വളർച്ചയിൽ കണ്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല. അങ്ങനെ അയാൾ വീരയെ അറിയാതെ ഒരു കെണിയിൽ പെടുത്തുകയാണ്. അത് പിന്നീട് വലിയൊരു ഈഗോ പ്രശ്നമായി മാറി രണ്ടുപേരും തല്ലി പിരിഞ്ഞ് കുടുംബ കോടതി വരെ എത്തുകയാണ്. വിവാഹമോചനം എന്നതിലേക്ക് പോകാതെ ഒടുവിൽ കോയമ്പത്തൂർ ടൗണിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ കാട്ടാഗുസ്തി മത്സരത്തിലൂടെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നതാണ് സിനിമയുടെ ഒരു ചെറിയ ലൈൻ. ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഇത് വെറും ഒരു മസാലപ്പടം മാത്രമല്ലല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇതിൽ വരച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകളുടെ കരിയർ അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊരു മാറ്റം വരണം എന്ന് സിനിമ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഒരാളുടെ അധ്വാനം അത് ചെറുതല്ല. അതിനെ നമ്മൾ ബഹുമാനിക്കണം. മറ്റൊരു പ്രധാനമായ കാര്യം, ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൽ മൂന്നാമതൊരാൾ ഇടപെട്ടാൽ ആ ബന്ധം അതോടുകൂടി തീരും. അതാണ് സിനിമ തരുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. എന്തൊക്കെ വഴക്കുണ്ടായാലും അത് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് തീർക്കുകയാണ് വേണ്ടത്. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുള്ളത്, സിനിമയിൽ ഈ സന്ദേശം ഡയലോഗ് അടുപ്പിച്ച് നമ്മുടെ തലയിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ബോറടിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് അത് ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. എന്നെപ്പോലുള്ളവർക്ക് അത് വലിയൊരു വിഷയമേ അല്ല. ഇനി നമുക്ക് അഭിനേതാക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, വിഷ്ണു വിശാൽ പുള്ളി മാസൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു പാവം ഭർത്താവായിട്ട് നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഗുസ്തിക്കാരിക്ക് വേണ്ട ആ ഒരു ബോഡി ലാംഗ്വേജും ഫൈറ്റും ഒക്കെ പുള്ളിക്കാരി ഇത്തവണ മാസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ സിനിമയുടെ യഥാർത്ഥ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ മകളായിട്ട് അഭിനയിച്ച ഒരു കൊച്ചുണ്ട്, സാറ. ആ ഒരു കൊച്ചു കുട്ടിയുണ്ടല്ലോ, ഇതൊരു ക്യൂട്ടെന്നറിയാമോ. ആ കുട്ടിയുടെ ഡയലോഗ് ഡെലിവറിയും അവളുടെ ഭാവമൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് കൈയടിക്കാൻ തോന്നുന്ന രീതിയിൽ. ചിലയിടത്ത് കുട്ടിക്ക് അല്പം അമിതമായിട്ടുള്ള ഡയലോഗ് വലിച്ച് വലിയ വായിൽ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നത് പോലെ ചിലയിടത്തൊക്കെ ഫീൽ ചെയ്തു. എങ്കിൽ പോലും ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മുടെ കരുണാസ്, പുള്ളിയാണ് സെക്കൻഡ് ഹാഫിലെ ചിരിയുടെ മെയിൻ ഡീലർ. ആ പഴയ ആൺകോയ്മ ചിന്താഗതി വെച്ച് പുള്ളി പറയുന്ന ചില കൗണ്ടറുകളുണ്ടല്ലോ, തിയേറ്ററിൽ ആളുകൾ ചിരിക്കാൻ ഒരുപാടുണ്ട്. കൂടാതെ നമ്മുടെ യോഗി ബാബുവും രമ്യ കൃഷ്ണനും ചെറിയ അതിഥി വേഷങ്ങളിൽ വരുന്നുണ്ട് ട്രെയിലറിൽ. പക്ഷേ ഇവരെ രണ്ടുപേരും കാണിക്കാതെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സർപ്രൈസ് ആയിരിക്കുമായിരുന്നു. ഒരു കിടിലൻ ഐറ്റംസ് ആയിരുന്നു ഇവർ രണ്ടുപേരുടെയും ആ ഒരു സാധനം. പക്ഷേ അത് സ്പോയിൽ ചെയ്ത് കളഞ്ഞവന്മാർ. ഇതൊക്കെ എന്ത് സിനിമയുടെ നെഗറ്റീവ് നോക്കുമ്പോൾ ലോജിക്ക് ഒട്ടുമില്ല. അതായത് നായകൻ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നു, ആരോ ഫോണിൽ ഷൂട്ട് ചെയ്ത് റീൽസാക്കി സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. നാട്ടുകാർ മൊത്തം ഇത് കണ്ട് ചിരിക്കുമ്പോഴും നമ്മുടെ നായകൻ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് 2026 ജീവിക്കുന്ന ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ സ്വന്തം വീഡിയോ വൈറലായി എന്നത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എനിക്കങ്ങോട്ട് അങ്ങ് ദഹിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇതിലെ സ്കൂൾ ടീച്ചറുടെ മോശം ചെയ്ത കഥാപാത്രം 90കളിലെ തമിഴ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അനാവശ്യമായ ഗ്ലാമറസ് കാണിക്കാൻ വേണ്ടി മാത്രം ടീച്ചറിനെ കാണിച്ചിരിക്കുകയാണ്. കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന പടത്തിൽ ചിലയിടത്ത് ഡബിൾ മീനിങ്ങും അങ്ങനെയുള്ളൊരു ഊള ഡയലോഗും. അതുകൊണ്ട് തന്നെ ഇതിന് സർട്ടിഫിക്കറ്റിന് പകരം ഒരു UA സർട്ടിഫിക്കറ്റ് എങ്കിലും കൊടുക്കണമായിരുന്നു.
കാരണം മോശയെ കാണിക്കുന്നത് എന്താ പറയുക, പഴയ സിനിമകളിൽ ഈ പൂക്കൾ കാണിക്കുക, അല്ലെങ്കിൽ പട്ടക്സ് കാണിക്കുക, അല്ലെങ്കിൽ മാരടം കാണിക്കുക, അങ്ങനെയുള്ള ചില ഇതിന് വേണ്ടി മാത്രമായിട്ട് ചില കഥാപാത്രങ്ങൾ ജസ്റ്റ് വന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഐറ്റം ഡാൻസ് ആണല്ലോ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്നത്. അതേ ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് ആയിപ്പോയി ടീച്ചറിൻ്റെ ആ ഒരു ഇത്. എന്തിനു വേണ്ടിയാണ് അത് അങ്ങനെ ഒരു ഇത് വന്നത് എന്ന് എനിക്ക് അങ്ങനെ കാണിക്കേണ്ടായിരുന്നു. നോർമലായിട്ട് അത് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു ടീച്ചറിനെ. പിന്നെ ഈ സിനിമയിൽ പലയിടത്തും ഡബിൾ മീനിങ് ഉള്ളത് ചില സിനിമ ഫാമിലിയുമായിട്ടൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്കതൊരു ഇതായിട്ട് തോന്നും. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ഡ്രാമയാക്കി അവസാനം ഇതിനെ കളഞ്ഞു. കാരണം സ്പോർട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അത് ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കിയാൽ ഷാൻ റോൾഡറിൻ്റെ മ്യൂസിക് കൊള്ളാം, കുഴപ്പമില്ല, നല്ല ഇതായിട്ട്. അതിൽ സംഭവക്കാരി എന്നൊരു പാട്ടുണ്ട്, അത് നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു സാധനം. എനിക്ക് തിയേറ്ററിൽ കേട്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ വിജയുടെ ഗില്ലിയിലെ ആ ഒരു അപ്പടി പോട് പോട് ആ പാട്ടിൻ്റെ പിന്നെ അതിനെ റീക്രിയേറ്റ് ചെയ്തതും അതും നന്നായിട്ടുണ്ട്. തിയേറ്ററിൽ നല്ലൊരു ഓളം ഉണ്ടാക്കി. പിന്നെ ക്യാമറ വർക്കും എഡിറ്റിങ്ങും നല്ല പക്ക കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആ രീതിയിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസും എനിക്ക് ഒത്തിരി നന്നായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ വലിയ ലോജിക്കോ ബുദ്ധിയോ ഒന്നും പിന്നെ ഇല്ലാതെ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഇരുന്ന് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ. ഫാമിലി കോമഡി എൻ്റർടൈനർ തന്നെയാണ് കാട്ടാഗുസ്തി 2. വലിയ പ്രതീക്ഷകളില്ലാതെ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നിങ്ങളുടെ ഇതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് പക്ഷേ ആദ്യത്തെ പാർട്ടിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷേ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത്ര തന്നെ. അപ്പോൾ ഞാനിതിൽ ഒരു 2.8 5 മാർക്ക് കൊടുക്കും. ഓക്കെ, താങ്ക് യു.